അസ്സലാമലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാ, ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ദോശേൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മളതിൽ ഉഴുന്നൊന്നും ചേർത്തിട്ടില്ല. അതുപോലെ തന്നെ മാവ് അരച്ചിട്ട് പിന്നെ പൊങ്ങാൻ വെച്ചിട്ടുമില്ല. അല്ലാതെ ഉണ്ടാക്കിയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റിയുമാണ്, അതുപോലെ തന്നെ നല്ല സോഫ്റ്റുമാണ് കേട്ടോ. നമുക്ക് ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ ആ രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. നമ്മൾ പച്ചരി അരച്ച് ഉടനെ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സോഫ്റ്റ് ദോശയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് രാവിലെയൊക്കെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ലൈക്കും കൂടെ ഒന്ന് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രദ്ധിക്കണേ. അതുപോലെ തന്നെ വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ പച്ചരി എടുത്തിട്ടുണ്ട്. പച്ചരി ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. അതിന് ശേഷമാണ് കേട്ടോ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഉലുവ കൂടി എടുത്തിട്ടുണ്ട്. ഉലുവയും കഴുകിയിട്ട് ഞാനിതാ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ആക്കിയിട്ട് കാണിക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഉലുവ ഞാൻ വേറെ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ അരി കഴുകുന്ന സമയത്ത് തന്നെ കഴുകാത്ത ഉലുവ ആണെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇട്ടിട്ട് കഴുകി എടുത്താൽ മതി. അപ്പോൾ ദാ 2 കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ, അതുപോലെ തന്നെ 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/4 കപ്പ് ചോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങയുടെ അളവ് നിങ്ങൾക്ക് 1/4 കപ്പ് മുതൽ ഒരു 1/2 കപ്പ് 3/4 കപ്പ് വരെയൊക്കെ തേങ്ങ ചേർക്കാം കേട്ടോ. തേങ്ങ ഇത്തിരിയും കൂടി ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ചോറും തേങ്ങയും ഞാൻ എടുത്തിട്ടുള്ളത് 1/4 കപ്പാണ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ഞെരടി എടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഉലുവ ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദോശയ്ക്ക് ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ ഉലുവ ചേർക്കുമ്പോൾ. അങ്ങനെ ദോശയിൽ അങ്ങനെ ഉലുവ ചേർക്കുമ്പോൾ ഇവിടെ മക്കൾക്കാണെങ്കിലും നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഒരു പ്രത്യേക സ്വാദം തരും. അപ്പോൾ അതുകൊണ്ട് ഉലുവ ഒരിത്തിരി ചേർത്തത് കേട്ടോ. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ചേർത്ത് കൊടുക്കുക, നല്ല ടേസ്റ്റിയാണ്. ഇതെല്ലാം കൂടിയിട്ട് നല്ലോണം നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ഞെരടിയെടുക്കുക. തേങ്ങയിലെ പാലൊക്കെ ഒന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന രീതിയിലാകും കേട്ടോ നമ്മൾ ഞെരടിയെടുക്കുമ്പോൾ. അപ്പോൾ എല്ലാം കൂടി തിരുമ്മി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മുടെ അരി നമ്മുടെ ആ ഒരു വെള്ളത്തിൽ തന്നെ കുതിർന്ന് നിൽക്കുന്ന രീതിയിലാണ് കേട്ടോ വെള്ളം വേണ്ടത്. ഒത്തിരി അങ്ങോട്ട് മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. 1 കപ്പ് വെള്ളം ഒഴിച്ചാൽ തന്നെ നമ്മുടെ ആ ഒരു വെള്ളത്തിൽ തന്നെ അരി നിൽക്കും. ആ രീതിയിലുള്ള ഒരു പാകം മതി കേട്ടോ. ഓവറാക്കിയിട്ട് വെള്ളം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അരയ്ക്കുന്ന സമയത്ത് മാവിൻ്റെ അളവിൽ വെള്ളം കൂടിപ്പോവും. പിന്നെ നമുക്ക് ഈ ഒരു വെള്ളം കളയാൻ പറ്റില്ല. അപ്പം ഞാനത് രാത്രിയിലാണ് കേട്ടോ കുതിർക്കാൻ വെച്ചത്. അപ്പം രാത്രി കിടക്കാൻ നേരം കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ രാവിലെയാണ് ഇപ്പം ഞാൻ ഈ കാണിക്കുന്നത് കേട്ടോ. അങ്ങനെ നമുക്ക് മൂടി വെക്കുക. ഇനിയിപ്പോൾ രാത്രികളത്തേക്കാണെന്നുണ്ടെങ്കിൽ രാവിലെ ഇതുപോലെ കുതിർക്കാൻ വേണ്ടി വെച്ചിട്ട് രാത്രി അരച്ചാൽ മതി. ഇപ്പം കണ്ടില്ലേ, നമ്മുടെ അരിയൊക്കെ നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളം കണ്ടോ, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും ഇതിൽ വെള്ളം ഇല്ല. അപ്പോൾ ഈ രീതിക്കാണ് വേണ്ടത്. ഇനി അരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മിക്സിയുടെ ജാറ് വേണമെങ്കിൽ ഒന്ന് കഴുകിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് കഴുകി ഒഴിക്കുക. അല്ലാണ്ട് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. ആദ്യം തന്നെ നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ചാൽ മാവിൻ്റെ അളവ് ലൂസായി പോകും. അപ്പോൾ ഇനി അരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് വെള്ളം കട്ടി തോന്നുകയാണെങ്കിൽ വെള്ളം ചേർക്കുക. അപ്പോൾ ഞാനിതാ മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഇത് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് ഞാൻ മഷി പോലെ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും ഞാൻ വെള്ളം ചേർത്തിട്ടില്ല. നമുക്ക് കുതിർന്നിട്ടുള്ള തേങ്ങയാണ്, അരിയാണ്. അപ്പോൾ അതിൽ തേങ്ങയും ചോറും ഒക്കെ കൂടി ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതാ ഇതുപോലെ അരഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ വെള്ളം നിങ്ങൾക്ക് അരയ്ക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ വെള്ളം വെച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ലാസ്റ്റ് നോക്കിയിട്ട് പിന്നെ വെള്ളം ചേർത്താൽ മതി. അപ്പോൾ ഞാനിതാ ഫസ്റ്റത്തെ അരച്ചെടുത്തിട്ടുണ്ട്. രണ്ടാമത്തേത് ബാക്കിയുള്ളതും കൂടെ ഒന്ന് അരച്ചെടുക്കുകയാണ് കേട്ടോ. ഇനി ഇതും അരച്ചെടുക്കട്ടെ. ഇപ്പോൾ തന്നെ ഞാൻ നമ്മുടെ ലാസ്റ്റുള്ളതും അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ലോണം തന്നെ അരഞ്ഞ് കിട്ടണം. നമുക്ക് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബലമായിട്ട് പോവും നല്ലോണം അരഞ്ഞിട്ടില്ലെങ്കിൽ കേട്ടോ. അപ്പോൾ അതാ ഇതും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം നമുക്ക് ആദ്യം തന്നെ നന്നായിട്ട് ആ ഒരു മിക്സിയുടെ ജാറിൽ നിന്ന് വടിച്ചെടുക്കുക കേട്ടോ. നമ്മൾ വെള്ളം ചേർക്കേണ്ടാത്ത രീതിയിലാണ് മാവ് എന്നുണ്ടെങ്കിൽ നല്ലോണം വടിച്ചെടുക്കുക. അതെല്ലാം എന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂണൊക്കെ വെള്ളം ചേർത്ത് മിക്സിയുടെ ജാറ് കഴുകിയിട്ടൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. നമ്മുടെ മാവിൻ്റെ പരുവം എന്ന് പറയുന്നത് ഇതാ ഇതുപോലെയാണ്. ഒത്തിരി അങ്ങോട്ട് ലൂസാക്കിയിട്ട് കളയരുത് കേട്ടോ. ഒത്തിരി അങ്ങോട്ട് കട്ടിയും വേണ്ട. അപ്പോൾ ഇത് നമ്മൾ ഉപ്പ് ചേർക്കാണ്ടാണ് ഇന്നലെ മാവ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഉപ്പ് ചേർത്തതിന് ശേഷം. അപ്പം ഞാനിതൊരു കറി ഉണ്ടാക്കുന്ന സമയം വരെ അവിടെ വെക്കുന്നുണ്ട്. ഒരു 10-15 മിനിറ്റ്, ഒരു 15 മിനിറ്റോളം ഒന്നൊരു
കറി ഉണ്ടാക്കുന്ന ആ ഒരു ടൈം വരെ ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് അതുപോലെ തന്നെ ഇത് അരച്ചുടനെ ചുട്ടെടുക്കുകയും ചെയ്യാം കേട്ടോ. 5 മിനിറ്റ് പോലും വെക്കാൻ നേരമില്ല എന്നാണെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ 2 നുള്ള് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനൊരു 15 മിനിറ്റോളം വെച്ചിട്ട് ആ കറി ഒന്ന് നമ്മൾക്കൊരു മുട്ടക്കറി ഉണ്ടാക്കുന്ന ആ ഒരു സമയം മാത്രമേ ഞാൻ വെച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ദാ നമ്മുടെ ഒരു മാവ് പാനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കോരി ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് നല്ലോണം പരത്തിയിട്ട് ചൂടുമല്ലോ നമ്മൾ. ഇനിയിപ്പോൾ നെയ് റോസ്റ്റ് പോലെയൊക്കെ പരത്തി ചൂടാനാണെങ്കിൽ അങ്ങനെയും ഉണ്ടാക്കാം കേട്ടോ. നല്ലൊരു ഫ്ലേവറാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ ആ ഒരു ഉലുവ ഒക്കെ ചേർത്തതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, നന്നായിട്ട് തന്നെ ഹോൾസൊക്കെ വന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദോശച്ചട്ടിയിലാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഞാനിതുപോലൊരു പാനാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒത്തിരി ഇങ്ങോട്ട് പരത്തിയിട്ടല്ല ഞാൻ ചെയ്യുന്നത്. ഈ ഒരു രീതിക്കുള്ള ദോശയാണ് കേട്ടോ ഞാൻ ചുട്ടെടുക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ഇഷ്ടത്തിന് ചുട്ടെടുത്താൽ മതി. അപ്പോൾ ഇതും ആ ഹോൾസൊക്കെ ഒന്ന് കംപ്ലീറ്റ് ആയി വന്ന ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് കണ്ടോ, ഇതും ആയിട്ടുണ്ട് കേട്ടോ. നല്ല പഞ്ഞി പോലെ ഇരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ഈ ഒരു ദോശ. അപ്പോൾ തേങ്ങയുടെ അളവ് നിങ്ങൾക്ക് ഒരു ശകലം കൂടിയൊക്കെ കൂട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് തേങ്ങ കൂട്ടി കൊടുക്കുന്ന സമയത്ത് കേട്ടോ. അപ്പം ഞാൻ അത് മുഴുവനൊന്ന് ചുട്ടിട്ട് കാണിക്കാം കേട്ടോ. അപ്പം നമ്മുടെ സോഫ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പഞ്ഞി പോലത്തെ ദോശൻ്റെ റെസിപ്പി ആയിരുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോസ് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ. നമുക്ക് വളരെ എളുപ്പം തന്നെയാണ്. മാവ് അരി കുതിർക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ടൈം വെക്കണം. അതുപോലെ മാവ് അരച്ചിട്ട് പിന്നെ നമുക്ക് വെക്കണം. അപ്പം അങ്ങനെയൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ദോശ തന്നെയാണ്. അപ്പം എല്ലാവരും ട്രൈ ആക്കി നോക്കുക. നമ്മുടെ മക്കൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടും കൂടിയിട്ടുള്ള ഒരു ദോശയാണ്. നല്ല ഇഷ്ടമാവും മക്കൾക്ക്. ഇതിൻ്റെ കൂടെ മുട്ടക്കറിയോ തേങ്ങാ ചട്നിയോ എന്ത് വേണേലും സൂപ്പർ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോസ് മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഒത്തിരി റെസിപ്പികളുണ്ട്. അതും കൂടെ ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ തരാൻ വേണ്ടിയിട്ട് മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കരുത് കേട്ടോ. വീഡിയോസ് കണ്ടുകൊണ്ട് നമ്മുടെ വീഡിയോസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കൂടെ അറിയിക്കണേ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഈസി ആയിട്ടുള്ള ഈ ഒരു ദോശേൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കിയവരൊന്ന് അഭിപ്രായം കൂടെ ഒന്ന് പറയണം കേട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.